പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഡേവിഡ് ക്ലാസ് കഴിഞ്ഞ് പോകുവോളം മിത്രയും രാധവും ഒന്നും സംസാരിക്കൂടി നിൽക്കാതെ ബുക്കിലേക്ക് നോക്കി ശ്രദ്ധയോടെ ഇരുന്നു. എന്നാലും രാധ ഇടയ്ക്കിടയ്ക്ക് മിത്രയെ നോക്കി കണ്ണിട്ട് പേടിപ്പിക്കും. ഇന്റർവെല്ലായതും ഡേവിഡായിട്ടുള്ള കല്യാണം കഴിഞ്ഞത് അറിഞ്ഞത് മുതൽ ക്ലാസ്സിലെ കുട്ടികളെല്ലാം മിത്രയെ പൊതിഞ്ഞ് ഓരോരോ സംശയങ്ങളുമായി ചോദിക്കാൻ തുടങ്ങിയതും എല്ലാവർക്കും ഉത്തരം നൽകി മിത്രയ്ക്ക് വട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ ഇന്ന് വരുന്നില്ലെന്ന്. അതെങ്ങനെയാ? അങ്ങോട്ട് പറയുന്നത് കേൾക്കില്ലല്ലോ. ക്യാൻറ്റീനിലെ ഒഴിഞ്ഞ പേജിൽ നിന്ന് തലക്ക് കൈ കൊടുത്തുകൊണ്ട് മിത്ര പറഞ്ഞു. എന്നാലും എന്താടി നിന്റെ ഇച്ചാൻ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഭാര്യ കോളേജിലേക്ക് വിട്ടിരിക്കുന്നു. രാധു കയ്യിലെ വട കഴിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. എന്നാലും നിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നതേ. ഡേ രാധു, ഇനി നീ ഇവിടെ കിടന്ന് വിളിച്ചാലുണ്ടല്ലോ, ഈ ചൂട് ചായ ഞാൻ നിന്റെ തലവഴി ഒഴിക്കും. രാധുവിന്റെ ചിരി കണ്ട് മിത്ര ദേഷ്യത്തിൽ മുന്നിലുള്ള ചായ ഗ്ലാസ് കയ്യിലെടുത്ത് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ ചിരിക്കുന്നില്ല, പോരെ. രാധ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര അവളെ ഒന്ന് നോക്കി തറപ്പിച്ചു മൂളി. ഡി മിത്രേ. കുറച്ച് കഴിഞ്ഞതും രാധ മിത്രയെ വിളിച്ചു. അത് പിന്നെ ചോദിക്കുന്നത് മോശമാണ്, പക്ഷേ നിന്റെ ബ്രസ്റ്റ് ഫണ്ടെന്ന നിലയ്ക്ക് ചോദിക്കാതിരിക്കുന്നത് മോശമല്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്ക്. അത് പിന്നെ ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് അല്ലായിരുന്നോ? രാധു ഇല്ലാത്ത നാണൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് ചോദിച്ചതും മിത്ര അവളെ മിഴിച്ചു നോക്കി. അതിന് അത് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലതും നടന്നോടി? തന്നെ നോക്കി വളിച്ച ചിരിയോടെ ചോദിക്കുന്ന രാധവിനെ നോക്കി മിത്ര പല്ല് കടിച്ചു. ഡി, നീ ഇത് എന്താലോചിച്ച് നിൽക്കുക? നിന്നോട് ഞാൻ ചോദിക്കുന്നത്. മിത്രയുടെ കയ്യിലിട്ടൊരു തട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു. എൻ്റെ രാധു, നിനക്ക് അറിയില്ലേ ചായനെ? ഞാൻ അടുത്തേക്ക് വരുമ്പോൾ തുടങ്ങും അങ്ങനെ കിടന്ന് വിറക്കാൻ. അപ്പോൾ ഒന്നും ഉണ്ടായില്ലേ? നിന്റെ ഇച്ചാൻ എന്താടി ഇങ്ങനെ? അങ്ങനെ ഒരു റയർ പീസ് തന്നെ. നിന്റെ ഇച്ചാൻ്റെ സ്ഥാനത്ത് വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നീ ഇവ വയറും താങ്ങി നടന്നേനെ. ഒന്ന് പോടി. രാധു പറഞ്ഞത് കേട്ട് മിത്ര അവളെ പൂച്ചിച്ച് വിട്ടു. എടി, ഇനി നിന്റെ ഇച്ചാന് വല്ല കുഴപ്പവും? ചിലർക്ക് പെണ്ണുങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആണുങ്ങളോട് അങ്ങ് താല്പര്യം. ഇനി അങ്ങനെ വല്ലതും? ദേ രാധു, നീ വാ പൊട്ടിക്കോ. ഇനി നീ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കയ്യിന് വാങ്ങിക്കും. മിത്ര അവൾ പറയുന്നത് കേട്ട് ടെറർ മൂഡ് ഓണാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണെങ്കിലേ നീ മൂത്ത് നരച്ച് പോകത്തേ ഉള്ളൂ. രാധു. മിത്രയെ അടുപ്പിച്ച് പിടിച്ചതും രാധു വേഗം വായിക്ക് സിപ്പിട്ടു. അധ്യാപകരുടെയും കുട്ടികളുടെയും അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും മിത്രയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഡേവിഡ് അവളോട് എങ്ങനെയാണെന്നാണ്. പാവം കൊച്ച് യഥാർത്ഥ കാര്യം പറഞ്ഞാൽ താൻ തമ്മി പോകുന്ന അറിയാവുന്നത് കൊണ്ട് തൻ്റെ ഭാവനയിൽ അങ്ങ് തള്ളിമറിച്ചു. ഒരുവിധം വൈകുന്നേരമായത് മിത്ര അവൾ രാധവിനെയും പിടിച്ചു വലിച്ച് വേഗം ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ ചിലപ്പോഴേ നാളെ വരൂട്ടോ. കോളേജ് ഗേറ്റ് ലക്ഷ്യം വെച്ച് നടക്കുന്നതിനിടയിൽ രാധു മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ? മിത്ര സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടി, നാളെയല്ലേ ആ മൂന്നിന് ക്ലാസ് എടുത്തിട്ടത്. രാധു മിത്രയെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലു ഞാൻ, മര്യാദക്ക് നാളെ വന്നോ. നീ ഒന്ന് പോയടി, ഞാനൊന്നും നോക്കിയിട്ടില്ല. ഇന്ന് വീട്ടിലെത്തിയിട്ട് നോക്കാലോ. അത് വരില്ല, എനിക്കിത് 2 മൂവീസ് കണ്ട് തീർക്കാനുള്ളതാ. അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പം പഠിക്കാനാ? എടി പ്ലീസ് വാ. സെയിം എക്സാം ആയതുകൊണ്ട് അപ്പച്ചൻ വെച്ചാലും വെറുതെ ക്ലാസ് കട്ട് ചെയ്ത് വിരലിക്കാൻ അനുവദിക്കില്ല. നീ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാകില്ലേ? പ്ലീസ്. ദേ, നീ ഇങ്ങനെയൊന്നും പറയില്ലട്ടോ. വന്നാൽ മാർക്ക് കുറഞ്ഞാൽ തള്ള കുറെ ഇമ്പോഷൻ തരും. എനിക്ക് വയ്യ എഴുതാൻ. സോ നാളെ ഞാൻ ലീവ് എടുക്കാൻ തീരുമാനിച്ചു. കണ്ണി ചോരില്ലാത്ത തെണ്ടി. നീ വന്നില്ലേ ഞാൻ ഉറപ്പായി മിസ്സിനോട് പറഞ്ഞു കൊടുക്കും നീ മനഃപൂർവ്വം ലീവ് എടുത്താണെന്ന്. ബ്രൂട്ടസി, ഞാൻ നാളെ വന്നോളാം, പോരെ? മതി. രാധു പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് രാധുവിന്റെ ഫോൺ റിങ് ചെയ്തത്. ഹലോ സൂര്യ, എന്ത് ഈ നേരത്ത്? കോളെടുത്ത് ചെവിയിൽ വെച്ച് രാധു ചിരിയോടെ ചോദിച്ചു. ആണോ? എവിടെ? രാധു ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ വേഗം മിത്രയുടെ കയ്യും പിടിച്ച് വലിച്ച് വേഗം ഗേറ്റിനടുത്തേക്ക് ഓടി. സൂര്യ, നീ എവിടെയാ? രാധു ചുറ്റും നോക്കിക്കൊണ്ട് ഫോണിൽ ചോദിച്ചു. മിത്രയാണെങ്കിൽ കാര്യം മനസ്സിലാകാതെ നിന്നു. പെട്ടെന്നാണ് ഒരു ബൈക്ക് അവരുടെ മുന്നിൽ വന്ന് നിന്നത്. പെട്ടെന്നായതുകൊണ്ട് ഇരുവരൊന്നും ഞെട്ടി. രാധു തെറി പറയാൻ വന്നതും ആ ബൈക്കിൽ നിന്ന് ചെറുപ്പക്കാരൻ തലയിലെ ഹെൽമെറ്റ് ഊരിയതും ഒപ്പമായിരുന്നു. സൂര്യ. ബൈക്കിലിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും രാധു കയ്യിലുള്ള ഫോൺ ഓഫാക്കി മിത്രയും വലിച്ച് സന്തോഷത്തോടെ സൂര്യയുടെ അടുത്തേക്ക് ഓടി. സൂര്യ, നീ എന്താടാ ഇവിടെ? സൂര്യയെ അതിശയത്തോടെ നോക്കിക്കൊണ്ട് രാധു ചോദിച്ചു. ചുമ്മാ ഇതുവരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ നിന്നെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സൂര്യ രാഘവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഇതാണല്ലേ തൻ്റെ മിത്ര? രാഘവന്റെ കൂടെ നിൽക്കുന്ന മിത്രയെ നോക്കി ചിരിച്ചുകൊണ്ട് സൂര്യ ചോദിച്ചതും അവരാദ്യം തലയാട്ടി. പിന്നെ രാഘവ് തന്നെ അവർക്ക് പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഡേവിഡ് വണ്ടിയുമായിട്ട് വന്നത്. ഡേവിഡ് വന്നതും മിത്ര ഇവരോട് യാത്ര പറഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. മിത്രയെ കണ്ടതും ഡേവിഡ് കോ ഡ്രൈവ് സീറ്റ് അവൾക്ക് തുറന്നു കൊടുത്തു. ഇച്ചായ, ഡാനി എന്തേ? മിത്ര ഡാനി ഇല്ലാത്തത് കണ്ട് സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു. അവനിന്ന് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. അതാരാ ദേവ? രാഘവന്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുന്ന സൂര്യയെ നോക്കി ഡേവിഡ് സംശയത്തിൽ മിത്രയോട് ചോദിച്ചു. ഇച്ചായ, അതാണ് സൂര്യ. ഏത് സൂര്യ? രാഘവുമായി വിവാഹം ഉറപ്പിച്ച ചെക്കൻ, അതാ ഈ സൂര്യ. ഓ, പെട്ടെന്ന് ഞാൻ ആ പേര് ഓർത്തില്ല, അതാണ്. മിത്രയോടായി അതും പറഞ്ഞ് ഡേവിഡ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്ക് മിത്രയുടെ നോട്ടം ഡേവിഡിൽ ഉടക്കി നിന്നതും അവളുടെ മനസ്സിലേക്ക് രാധു പറഞ്ഞത് ഓടിയെത്തി. ദൈവമേ, ഇനി രാധു പറഞ്ഞ പോലെ ആകുമോ? അതുകൊണ്ടാണോ ഈ ചാനലിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഏയ് അല്ല, ഈ ചാനലിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, അത് പ്രകടിപ്പിക്കാത്തതാണ്. അല്ല, ഈ ചാനൽ അങ്ങനെയൊന്നും ആകില്ല. മിത്ര ദേവിയെ നോക്കിയിരുന്നു കൊണ്ട് തന്നെ മനസ്സിൽ പലതും കണക്ക് കൂട്ടി. ദേവ, എന്താ നിനക്ക്? തന്നെ മെഴിവെട്ടാതെ നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്ന മിത്രയെ കണ്ട് ഡേവിഡ് അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. എന്താ? പെട്ടെന്ന് ബോധം വന്നതുപോലെ മിത്ര അവനെ നോക്കി ചോദിച്ചു. അത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്നതാ നിനക്കെന്ന്? ഒന്നുമില്ല. ഡേവിഡ് ചോദിച്ചത് കേട്ട് മിത്ര ചുമൽ കൂച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞ് സീറ്റിലേക്ക് ചാരി കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഹൈസ്കൂളിന്റെ മുന്നിലുള്ള സ്റ്റോപ്പിൽ കുഞ്ഞുടൻ കൂര കയറിയതും അവനോട് കത്തിയടിക്കുന്ന തിരക്കിലായി മിത്ര. രാധു പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവൾ മറന്നിരുന്നു ആ സമയം. എന്നാ ശരി സൂര്യ, എനിക്ക് പോകേണ്ട ബസ് എത്താൻ സമയമായി. ഈ ബസ് മിസ്സായ പിന്നെ ആ ഭാഗത്തേക്ക് ഇപ്പോഴൊന്നും ബസ്സില്ല. രാധു വാസിലേക്ക് നോക്കി സൂര്യയോട് പറഞ്ഞു. ബസ് പോകട്ടെ, ഇന്ന് നിന്നെ ഞാൻ കൊണ്ടാക്കി തരാം. രാധു പറഞ്ഞത് കേട്ട് സൂര്യ പറഞ്ഞു. അത് വേണ്ട സൂര്യ, ഞാൻ ബസ്സിന് പൊക്കോളാം. ഓഹോ, അപ്പം ഞാൻ നിനക്ക് ആരുമല്ലല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് നല്ലൊരു ഫ്രണ്ടാണെന്ന് നീ ചുമ്മാ പറയുന്നതാണ്. രാധവനൊന്ന് ഇടങ്ങാണ്ടിട്ട് നോക്കി ഇല്ലാത്ത വിഷമൊക്കെ മുഖത്ത് വാരിക്കൊണ്ട് പറഞ്ഞു. സൂര്യ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിനക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി പറഞ്ഞതാണ്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? വേണേ കയറി കൂട്ടിപ്പിച്ചാച്ചേ. സൂര്യ പറഞ്ഞതും രാധ വേഗം ബൈക്കിൽ കയറിയിരുന്നു. പോവാം? സൂര്യ ചോദിച്ചതും രാധ ചിരിയോടെ തലയാട്ടി. എന്താ സൂര്യ ഇവിടെ നിർത്തിയത്? കുറച്ച് പോയതും സൂര്യ റെസ്റ്റോറൻറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും രാധ സംശയത്തിൽ ചോദിച്ചു. നീ ഇറങ്ങി, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അതേതായാലും നന്നായി. ഉച്ചയ്ക്ക് കഴിച്ച ആ ഫുള്ള് ബിരിയാണിയൊക്കെ എപ്പോഴും ആവിയായി പോയി. സൂര്യ പറഞ്ഞത് കേട്ട് രാധ സന്തോഷത്തോടെ പറഞ്ഞ് വേഗം ബൈക്കിൽ നിന്നിറങ്ങി സൂര്യയോടൊപ്പം റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് നടന്നു. അല്ലടി, നിന്റെ മാഷ് എന്ത് പറയുന്നു? അങ്ങനെയൊക്കെ സുഖം തന്നെയല്ലേ? ഓർഡർ ചെയ്ത ഭക്ഷണം വന്നതും അത് കഴിക്കുന്നതിനിടയിൽ സൂര്യ രാധവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ സൂര്യ, ഞാൻ അയാളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം മറക്കാനും നിന്നെ അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് സമയം വേണ്ടി വരും. ഇതിനെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞതല്ലേ പെണ്ണേ? നിനക്ക് എന്നാണോ എന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം. എന്താ, അത് പോരെ? സൂര്യ ചിരിയോടെ രാധവിനെ നോക്കി ചോദിച്ചതും രാധ ചിരിയോടെ തലകുലുക്കി. സൂര്യ, നീ വരുന്നില്ലേ? രാധവൻ അവൾ താമസിക്കുന്ന വീടിന് മുന്നിൽ ഇറക്കിവിട്ട് സൂര്യ പോകാൻ നിന്നതും രാധ സംശയത്തിൽ അവനെ നോക്കി ചോദിച്ചു. ഇല്ലടി, ഞാൻ പോവാം. അതെന്താ വന്നാല്? ആൻറ്റി അങ്ങനെയൊക്കെ കാണാം. പിന്നെ വരാടി, ഇനി നിന്ന നാട്ടിലെത്താൻ വൈകും, അതാ. എന്നാ ശരി, ഓക്കെ ബായ്. വീട്ടിലെത്തിട്ട് വിളിക്കാം. സൂര്യ പോയതും രാധ ഗേറ്റ് തുറന്നുള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീടിൻ്റെ ഗേറ്റിനടുത്ത് നിന്ന് ദീ അവളെ വിളിച്ചതും രാധ ചിരിയോടെ ദീയുടെ അടുത്തേക്ക് നടന്നപ്പോൾ കാണുന്നത് കാറിലേക്ക് ലഗേജെല്ലാം എടുത്തു വെക്കുന്ന ധ്യാനിയാണ്. കൊച്ചു കള്ളി, ചെക്കനായിട്ട് കറങ്ങാൻ പോക്കൊക്കെ തുടങ്ങിയല്ലേ? രാധവിനെ കണ്ടതും ദിയ ചിരിയോടെ ചോദിച്ചു. പോടി, കറങ്ങാൻ പോയതൊന്നുമല്ല. ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായപ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ഓ, ഞാൻ കരുതി രണ്ടും കൂടെ ക്ലാസ് കെട്ടിച്ച് കറങ്ങാൻ പോയതാന്ന് രാധവിനെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ലഗേജെല്ലാം എടുത്തു വെക്കുന്ന ധ്യാനെ കണ്ട് രാധ ദിയെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഞങ്ങളല്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഏട്ടനെ കൊണ്ടുപോകാൻ വരുന്നതാ. നീയോ? നീ എങ്ങോട്ട് പോവാ? ഞാൻ നാട്ടിലേക്ക്. എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. അയ്യോ, ഇനി എന്നാ കാണാം? പേടിക്കണ്ട, ചേച്ചി വിളിച്ചില്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് വരും, അപ്പൊ കാണാലോ. ദിയ വിളിച്ചുകൊണ്ട് രാധവിനോട് പറഞ്ഞു. പോകാൻ ദിയ? ധ്യാൻ ദിയയെ നോക്കി വിളിച്ചു ചോദിച്ചു. എന്നാ ഞാൻ പോവാ ചേച്ചി. മിത്രേച്ചിയോട് പറയണേ ഞാൻ പോയിന്ന്. പിന്നെ
വിവാഹത്തിന് വിളിക്കാൻ മറക്കരുതേ. ദിയ രാധുവിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും രാധും തിരിച്ചവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ച് സമ്മതത്തോടെ തലയാട്ടി. ദിയ, നീ വരുന്നുണ്ടോ? ധ്യാൻ ഒച്ച വെച്ചതും ദിയ രാധുവിനോട് യാത്ര പറഞ്ഞ് വേഗം പോയി കാറിന്റെ കോർഡർ സീറ്റിൽ കയറിയിരുന്നതും ധ്യാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് രാധുവിനെ നോക്കി പുച്ഛിച്ചതും അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി.